ഒക്കുപൈ വാൾ സ്ട്രീറ്റ് എന്ന പേരിൽ ന്യൂയോർക്കിൽ ആരംഭിച്ച കുത്തക വിരുദ്ധ പ്രക്ഷോഭം അമേരിക്കയെ പിടിച്ചുവെക്കുകയാണ്. അതവിടെ നിന്നും ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്കും വ്യാപിച്ചിരിക്കുന്നു. കുത്തകകളുടെ ആർത്തിക്കെതിരെയും അവരെ സഹായിക്കുന്ന ഭരണകൂട നിലപാടുകൾക്കെതിരെയുമാണ് പ്രക്ഷോഭം. അമേരിക്കൻ ജനതയെ ഇത്തരമൊരു പ്രക്ഷോഭത്തിലേക്ക് പ്രേരിപ്പിച്ചത് എന്താണ്? അമേരിക്കക്ക് എന്തുപറ്റി? എന്തായിരിക്കും ഈ പ്രക്ഷോഭങ്ങളുടെ ഭാവി? ഞങ്ങളാണ് 99%. നിങ്ങൾ സമ്പന്നരും കോർപ്പറേറ്റുകളും 1% വരും. ഇതാണ് അമേരിക്കയിൽ തെരുവിലിറങ്ങിയ 10,000 ഭരണകൂടത്തോട് വിളിച്ചു പറയുന്നത്. അത് ലോകം മുഴുവൻ കേൾക്കുകയും ഏറ്റെടുക്കുകയും ചെയ്തിരിക്കുന്നു. സെപ്റ്റംബർ 17 ന്യൂയോർക്കിലെ സുക്കോട്ടി പാർക്കിൽ ഒരു കൂട്ടം ആളുകൾ സംഘടിച്ചതിലൂടെയാണ് അമേരിക്കയെ പിടിച്ചുലക്കുന്ന ഒക്കുപൈ വാൾ സ്ട്രീറ്റ് പ്രക്ഷോഭത്തിന്റെ തുടക്കം. കനേഡിയൻ പരിസ്ഥിതി പ്രവർത്തകരുടെ കൂട്ടായ്മയായ ആഡ്ബസ്റ്റേഴ്സ് മീഡിയ ഫൗണ്ടേഷൻ തങ്ങളുടെ പരസ്യരഹിത മാസികയായ ആഡ്ബസ്റ്റേഴ്സിൽ തുടർച്ചയായി നടത്തിയിരുന്ന ആഹ്വാനത്തിന്റെ ഫലമായിരുന്നു ആ ഒത്തുചേരൽ. സാമ്പത്തിക അസമത്വത്തിനും കോർപ്പറേറ്റ് ആർത്തിക്കുമെതിരെ പ്രതികരിക്കാനായിരുന്നു ആഹ്വാനം. കണക്കുകൾ ഉദ്ധരിച്ച് ആഡ്ബസ്റ്റേഴ്സ് നടത്തിയ ഈ ആഹ്വാനത്തിന് അനുകൂലമായി വലിയ പ്രതികരണമാണ് പിന്നീടുണ്ടായത്. അമേരിക്കയുടെ സാമ്പത്തിക തലസ്ഥാനമാണ് ന്യൂയോർക്കിലെ വാൾ സ്ട്രീറ്റ്. അത് പിടിച്ചെടുക്കുകയെന്ന പ്രതീകാത്മക സമരത്തിലൂടെ സമ്പന്നരുടെ ആർത്തിക്ക് മൂക്കുകയറിടുകയാണ് സാധാരണക്കാരുടെ ലക്ഷ്യം. Some people did not believe that it would grow so fast, but some of us really wanted it to grow fast. And as you see now, it's pretty widespread, at least in this nation and around the world. But around the world is not because of us. Each nation have its own problem with it. ആദ്യ ദിവസങ്ങളിൽ ചുരുക്കം പേരായിരുന്നു പ്രക്ഷോഭത്തിൽ പങ്കെടുത്തത്. ഒരാഴ്ച പിന്നിട്ടപ്പോഴേക്കും സാധാരണക്കാർ ഒഴുകിയെത്തി. തൊഴിലാളി യൂണിയനുകളും തൊഴിൽ രഹിതരും വിദ്യാർത്ഥികളും പിന്തുണ പ്രഖ്യാപിച്ചു. സമാധാനപരമായിരുന്നു പ്രക്ഷോഭങ്ങളുടെ തുടക്കം. ഒക്ടോബർ 3 ബ്രൂക്ലിൻ പാലത്തിലേക്ക് നടന്ന മാർച്ചിൽ പങ്കെടുത്ത 700 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. അതോടെ പ്രക്ഷോഭം ആളിക്കത്തി. തലസ്ഥാനമായ വാഷിംഗ്ടൺ DC, സാൻ ഫ്രാൻസിസ്കോ, ലോസ് ആഞ്ചലസ്, ചിക്കാഗോ, ബോസ്റ്റൺ എന്നിങ്ങനെ എല്ലാ പ്രധാന നഗരങ്ങളിലും പ്രക്ഷോഭം അരങ്ങേറുകയാണ്. 70 പ്രധാന നഗരങ്ങളിൽ 600-ലേറെ കൂട്ടായ്മകളായി സമരം ശക്തിപ്പെട്ടിരിക്കുന്നു. 1500-ലേറെ പേർ അറസ്റ്റ് വരിച്ചു. നമുക്ക് വേണ്ടത് ജനാധിപത്യമാണ്, കോർപ്പറേറ്റ് ആധിപത്യമല്ല എന്നാണ് പ്രക്ഷോഭങ്ങളിൽ മുഴങ്ങുന്ന മുദ്രാവാക്യം. കുത്തകകൾക്കെതിരായ പ്രതിഷേധം അമേരിക്കയിൽ നിന്ന് ലോകമെങ്ങും വ്യാപിച്ചത് വളരെ വേഗത്തിലാണ്. യൂറോപ്പിലും തെക്കേ അമേരിക്കയിലും ഓസ്ട്രേലിയയിലുമായി 900-ലേറെ നഗരങ്ങളിൽ വാൾ സ്ട്രീറ്റ് മാതൃകയിൽ പ്രക്ഷോഭം അരങ്ങേറിക്കഴിഞ്ഞു. ലണ്ടൻ, പാരീസ്, മാഡ്രിഡ്, റോം, ഏതൻസ്, സിഡ്നി എന്നിവിടങ്ങളിൽ നടന്ന പ്രതിഷേധത്തിൽ ജനം അണപൊട്ടി ഒഴുകുകയായിരുന്നു. Issue is global, so for the first time we have a truly global movement that is bringing together people from different countries, focusing on one aim, to change the financial system and how it interacts with governments, because we feel that we're not fairly represented through the democratic system as it is now, which seems to benefit a handful of banks as opposed to the 99%. മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിൽ വികസന കുതിപ്പ് നടത്തിയ അതിസമ്പന്ന രാജ്യങ്ങളിലാണ് സാമ്പത്തിക അസമത്വത്തിനെതിരായ ഈ പ്രക്ഷോഭങ്ങളെല്ലാം എന്നതാണ് പ്രത്യേകത. മുതലാളിത്ത വ്യവസ്ഥ ജനതയെ ഒന്നാകെ അഭിസംബോധന ചെയ്യുന്നില്ലെന്ന് ഇത് വ്യക്തമാക്കുന്നു. സമ്പത്ത് ന്യൂനപക്ഷത്തിൽ കേന്ദ്രീകരിക്കപ്പെടുമ്പോൾ പൊറുതിമുട്ടുന്ന സാധാരണക്കാർ ഏത് ഭരണകൂടത്തിനെതിരെയും പൊട്ടിത്തെറിക്കുമെന്നാണ് അമേരിക്കയിലും യൂറോപ്പിലും നടക്കുന്ന പ്രക്ഷോഭങ്ങൾ കാണിക്കുന്നത്. രണ്ടായിരത്തെട്ടിലുണ്ടായ സാമ്പത്തിക മാന്ദ്യം പരിഹരിക്കാൻ അമേരിക്കൻ ഭരണകൂടം പ്രഖ്യാപിച്ച രക്ഷാ പാക്കേജുകളുടെ ഗുണഭോക്താക്കൾ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളായിരുന്നു. രക്ഷാ പാക്കേജ് കൊണ്ട് പ്രതിസന്ധിക്ക് പരിഹാരമാകുമെന്നായിരുന്നു ഭരണകൂടത്തിന്റെ അവകാശവാദം.
അതുണ്ടായില്ലെന്ന് മാത്രമല്ല, ഇപ്പോൾ ഉയർന്ന വലിയ ജനരോഷത്തിന് അത് കാരണമാവുകയും ചെയ്തു. അമേരിക്കയ്ക്ക് കറുത്ത വർഷമായിരുന്നു. സാമ്പത്തിക ശക്തി എന്ന നിലയിൽ നടത്തിയ അശ്വമേധത്തിൽ സ്വയം കാലിടവ് വീഴുകയായിരുന്നു അമേരിക്ക. ലീമൻ ബ്രദേഴ്സ് എന്ന ധനകാര്യ സ്ഥാപനത്തിന്റെ അടിത്തറ ഇളകിയായിരുന്നു തകർച്ചയുടെ തുടക്കം. അതിനു പിന്നാലെ ബാങ്കിംഗ്, ഇൻഷുറൻസ് മേഖലയിലെ എല്ലാ സ്ഥാപനങ്ങളും ഇടറുകയാണ്. ലക്ഷക്കണക്കിന് ഡോളറിന്റെ ഭവന വായ്പാ കുടിശ്ശികയായിരുന്നു തകർച്ചയ്ക്ക് കാരണം. പ്രതിസന്ധി ധനകാര്യ സ്ഥാപനങ്ങളിൽ മാത്രം ഒതുങ്ങുമെന്ന് അമേരിക്ക പ്രതീക്ഷിച്ചു. അത് തെറ്റി. ഇതര കോർപ്പറേറ്റ് സ്ഥാപനങ്ങളും തകർന്നു. ഉൽപാദന മേഖല മുരടിച്ചു. കമ്പനികൾ ജീവനക്കാരെ കൂട്ടത്തോടെ പിരിച്ചുവിട്ടു. ക്ഷേമപ്രവർത്തനങ്ങൾ ഉപേക്ഷിച്ചു. ആനുകൂല്യങ്ങൾ വെട്ടിക്കുറച്ചു. ചെലവ് ചുരുക്കൽ എന്നായിരുന്നു കോർപ്പറേറ്റുകളും ഭരണകൂടവും ഇതിന് നൽകിയ വിശേഷണം. വളർച്ച പരിധി കടക്കുമ്പോൾ സ്വയം എടുക്കുന്ന തിരുത്തലുകൾ എന്ന് മുതലാളിത്ത ധനകാര്യ ചിന്തകർ ഇതിനെ നിസ്സാരവൽക്കരിച്ചു. കാര്യങ്ങൾ പിടിവിടുമെന്നായപ്പോൾ ഭരണകൂടം രക്ഷാ പാക്കേജ് പ്രഖ്യാപിച്ചു. അതിന്റെ താങ്ങിൽ കോർപ്പറേറ്റുകളിൽ ചിലത് പിടിച്ചു നിന്നു. പക്ഷേ അടിത്തറ ഭദ്രമാക്കാൻ ആ പാക്കേജുകൾ പര്യാപ്തമായിരുന്നില്ല. ഇപ്പോ ഈ പല വർഷമായിട്ട് ഡീറെഗുലേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ അമേരിക്കയിൽ. ഈ റിപ്പബ്ലിക്കൻകാരാണ് 8 വർഷം ഭരിച്ചിട്ടുണ്ടായിരുന്നു, ക്ലിന്റന്റെ സമയം കഴിഞ്ഞിട്ട്. അപ്പൊ ആ ഡീറെഗുലേഷൻ ചെയ്ത ശേഷം പണമുള്ളവർക്ക് കുറച്ചും കൂടി പണം സമ്പാദിക്കാൻ എളുപ്പമാക്കി. പല ബാങ്ക്സിന്റെ വിഷയത്തെക്കുറിച്ച് ഒരു റെസ്ട്രിക്ഷൻസും ഉണ്ടായിരുന്നില്ല. ബാങ്ക്സ് മാത്രമല്ല, ഇൻവെസ്റ്റ്മെന്റ് ഹൗസസ്, മോർഗേജ് ലെൻഡേഴ്സ്, വീട് കെട്ടുന്ന ഡെവലപ്പേഴ്സ്, അവരെല്ലാവർക്കും നല്ലപോലെ ഇഷ്ടംപോലെ പണം ഉണ്ടാക്കാൻ സാധിച്ചു. പക്ഷെ അതിന്റെ കീഴിലൊന്നും ഉണ്ടായിരുന്നില്ല. കടം നിങ്ങൾ നോക്കിക്കോളൂ. കടം മേടിക്കാൻ സാധാരണ ഒരു കൊലാട്രൽ സെക്യൂരിറ്റി, നമ്മുടെ നാട്ടിൽ നമുക്കൊരു വീട് കെട്ടുന്നുണ്ടെങ്കിൽ ബാങ്ക് നമുക്ക് പൈസ തരുന്ന മുമ്പ് ചോദിക്കില്ലേ, എന്താ നിങ്ങളുടെ സ്വത്ത്, എന്തൊക്കെയാണ്, ഏത് ബേസിൽ റീപേ ചെയ്യാൻ സാധിക്കുക, അതൊക്കെ നോക്കിയിട്ടേ തരുള്ളൂ. അമേരിക്ക ഇഷ്ടം പോലെ അവർ ആവശ്യമില്ലാണ്ട് കൊടുത്തു. എല്ലാം ഒരു കടത്തിനും മുകളിൽ വേറെ കടം വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. എല്ലാവരും ക്രെഡിറ്റ് കാർഡിന്റെ ജീവിതവും ഈ മോർഗേജിന് കടം കൊടുത്തിട്ടാണ് എല്ലാം വില കൂടിയത്. അത് പെട്ടെന്ന് ആ ബബിൾ അങ്ങനെ പൊട്ടിയപ്പോൾ ബാങ്കുകൾ മനസ്സിലായി അവർ കൊടുത്ത കടത്തിന് തിരിച്ചു കിട്ടാൻ അവർക്ക് ഒരു വഴി ഉണ്ടായിരുന്നില്ല. അപ്പൊ ബാങ്ക്സും പൊളിയാൻ തുടങ്ങി. രക്ഷാ പാക്കേജുകൾ ബൂമറാങ് പോലെ ഒരു ദുരന്തമായി തിരിച്ചടിക്കുന്നുവെന്ന് അമേരിക്കക്ക് ബോധ്യപ്പെട്ടത് അടുത്തിടെയായിരുന്നു. കടബാധ്യത അമേരിക്കയെ വരിഞ്ഞു മുറുക്കി. വായ്പാ തിരിച്ചടവ് വീഴ്ച എന്ന ഒരിക്കലും നേരിട്ടിട്ടില്ലാത്ത നാണക്കേടിന്റെ വക്കിൽ അമേരിക്ക എത്തി. കടമെടുക്കാനുള്ള പരിധി കൂട്ടിക്കൊണ്ടായിരുന്നു അമേരിക്കൻ കോൺഗ്രസ് പ്രതിസന്ധിയെ മറികടന്നത്. ഇതിനായി രാഷ്ട്രീയ എതിരാളികളായ റിപ്പബ്ലിക്കന്മാർക്ക് മുന്നിൽ പ്രസിഡന്റ് ബരാക് ഒബാമക്ക് കീഴടങ്ങേണ്ടി വന്നു. ധനികർക്ക് അധിക നികുതി ഏർപ്പെടുത്താനുള്ള സ്വന്തം പദ്ധതി ഉപേക്ഷിച്ച് ക്ഷേമ ചെലവുകൾ വെട്ടിക്കുറക്കാമെന്ന ഉറപ്പ് നൽകിയാണ് ഒബാമ കടപരിധി ഉയർത്താനുള്ള കോൺഗ്രസിന്റെ അനുമതി നേടിയെടുത്തത്. അമേരിക്കയുടെ സാമ്പത്തിക ഭദ്രത ചോദ്യം ചെയ്ത് സ്റ്റാൻഡേർഡ് ആൻഡ് പൂവേഴ്സ് ക്രെഡിറ്റ് റേറ്റിംഗ് താഴ്ത്തി. രാജ്യം കടക്കണിയിലകപ്പെട്ടപ്പോഴും ധനികരെ തൊട്ടുനോവിക്കാൻ ഭരണകൂടം തയ്യാറായില്ല. രാജ്യത്തിന്റെ പുരോഗതിക്ക് വലിയ സംഭാവന നൽകുന്നവർ ധനികരാണെന്നാണ് അമേരിക്കയിലെ ജനപ്രതിനിധികളുടെ വാദം. നികുതി ഭാരം അവരുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നത് നന്ദികേടാകുമെന്ന് കോൺഗ്രസ് പ്രതിനിധികൾ വിലപിക്കുന്നു. ഫൈനാൻഷ്യൽ സിസ്റ്റം മഹാമോശം സ്ഥിതിയിലാണ്. അതുമാത്രമല്ല, അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അമേരിക്കൻ എക്കോണമി കൊലാപ്സ് ചെയ്ത് പഠിച്ചിട്ട് അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ടാക്സ് പേയേഴ്സ് ആണ് പൈസ കൊടുത്തിരിക്കുന്നത്. പറഞ്ഞാൽ നമ്മളുടെ ഈ ബെയിൽ ഔട്ട് പാക്കേജ് എന്ന് പറയില്ലേ, അത് അവർ പാർലമെന്റ്, അവർ കോൺഗ്രസ് പാസ് ചെയ്തിട്ട്. അപ്പോ സാധാരണ ആൾക്കാർ പറയാൻ തുടങ്ങി, ഈ 99% സാധാരണക്കാര് ഈ 1% പൈസ ഉള്ളവർക്കാണ് നമ്മൾ സപ്പോർട്ട് കൊടുക്കുന്നത്. നമ്മളുടെ പൈസ അവരെ സുഖത്തിൽ ജീവിക്കാനാണ് നമ്മൾ ചെയ്യുന്നത് പറഞ്ഞിട്ട് ഒരു ഒബ്ജക്ഷൻ തുടങ്ങി. അപ്പൊ അവരൊക്കെയാണ് പാതിയിൽ ഇറങ്ങിയിരിക്കണം. ഭരണകൂടത്തിന്റെ ധനികർക്ക് വേണ്ടിയുള്ള ഈ വിലാപമാണ് 99% വരുന്ന സാധാരണക്കാരെ തെരുവിലിറക്കിയത്. അമേരിക്കയിൽ സമ്പത്ത് കേന്ദ്രീകരിക്കപ്പെടുന്നതിന്റെ ചിത്രം ഇങ്ങനെയാണ്. രാജ്യത്തെ ആകെ വാർഷിക വരുമാനത്തിന്റെ 23% അതിസമ്പന്നരായ 1% കൈകളിലാണ്. 1980 ഇത് 10% മാത്രമായിരുന്നു. അവിടെ നിന്നാണ് ക്രമരഹിതമായ കേന്ദ്രീകരണം ഉണ്ടാകുന്നത്. 2007 ഇത് 23% ഉയർന്നു. പിന്നെ മാന്യം. ചരിത്രത്തിൽ ഇതിനൊരു സമാനതയുണ്ട്. 1929 വലിയ മാന്യത്തിൽ അമേരിക്ക പതിക്കുന്നതിന് തൊട്ടു മുമ്പും അതിസമ്പന്നർ കൈവശം വെച്ചത് വരുമാനത്തിന്റെ 23% തന്നെയായിരുന്നു.
മെയ്നാർഡ് കെയ്ൻസ് മുന്നോട്ട് വെച്ച ക്ഷേമരാഷ്ട്ര സിദ്ധാന്തത്തിൽ നിന്ന് മാറി നവലിബറൽ നയങ്ങളിലേക്ക് മുതലാളിത്തം നടത്തിയ എടുത്തുചാട്ടമായിരുന്നു ക്രമരഹിതമായ സമ്പദ് കേന്ദ്രീകരണത്തിന്റെ അടിസ്ഥാന കാരണം.